നമസ്കാരം. ന്യൂസ് ബ്രേക്സ് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച, മലയാള മാസം കുംഭം 8. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി വിവിധ ബ്യൂറോകളിൽ നിന്ന് 24 പ്രതിനിധികൾ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ചേരുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുന്നേ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ മറന്നുവെച്ച കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ഉടൻ എറണാകുളത്ത് ആരംഭിക്കും. എറണാകുളം അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. രാത്രിയോടെ ആശുപത്രിയിലെത്തിയേച്ച ഉഷ ജോസഫിനെ വിദഗ്ധ സംഘം പരിശോധിച്ചിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് അമൃത ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, 5 വർഷത്തെ തീരാ ദുരിതം, ആ കത്രിക നീക്കാനുള്ള ശസ്ത്രക്രിയ അതെപ്പോൾ തുടങ്ങും? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് CT സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കാനാകുമോ എന്നുള്ളതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടത്തുക എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഉഷ ആ വേദന സഹിച്ച് നിൽക്കുകയാണ്. ഉഷയുടെ മകനും അതോടൊപ്പം തന്നെ ഭർത്താവും അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഉഷ വലിയ ബുദ്ധിമുട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. ഉഷയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകളുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രശ്നം വേദനയുമായി ബന്ധപ്പെട്ടൊക്കെ? അതൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. വർഷത്തെ വേദന ഉണ്ടായിരുന്നു. അതന്നെ ഇപ്പം 5 വർഷമായിട്ട് വേദനയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആശുപത്രി പോയപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഉണ്ടല്ലേ. പോയിരുന്നോ? വണ്ടാനത്ത് പോയിട്ടില്ല. പിന്നെ നമ്മളിവിടെ മറ്റുള്ള ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു? മരുന്ന് ഇടയ്ക്കൊക്കെ കഴിക്കുവാൻ. എന്തായിരുന്നു ഇതിൻ്റെ വേദന? എങ്ങനെയാണ് അതിൻ്റെ വരുന്നത്? അതിൻ്റെ ഒരു പ്രകടമായ ഭാവം എന്തായിരുന്നു? വേദന അയാൾ തീരെ വയ്യാണ്ടാകുകയായിരുന്നു? ഇങ്ങനെ പെട്ടെന്ന് ഇതായിട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഡോക്ടർമാരെ രണ്ടാമത് കൊണ്ട് കാണിക്കുന്ന ഒരു ഇതാണ്. കാണിച്ചപ്പോഴാണ് അതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഇതിൻ്റെ കത്രിക ഉണ്ടെന്ന് തെളിയപ്പെട്ടത്. അതിന് എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആൾ സംസാരിക്കുന്നോ? വേറെ പ്രശ്നങ്ങളൊക്കെ നോർമലാണോ? കോൺഷ്യസ് ആണ്? ഇതിൽ റൂമിലുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ആശുപത്രി ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. ഓപ്പറേഷൻ ആരും പറഞ്ഞിരുന്നു ഇന്ന് തന്നെ ഉണ്ടാവുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അതിനൊക്കെ സർജറി ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഇവരെ ആരണ്ടൊക്കെ വന്നിട്ട് നോക്കിയിട്ടേ കാര്യങ്ങളൊക്കെ നടത്താനൊക്കത്തുള്ളൂ. ആശുപത്രിയുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചല്ലോ, ഗുരുതര വീഴ്ച. അതുണ്ട്. നമ്മൾ നിയമ നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടുണ്ട്. പോലീസുകാരൊക്കെ വരുമെന്ന് പറഞ്ഞു. ഉഷയുടെ ഭർത്താവാണ് ജോസഫ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കുന്നത്. 5 വർഷമാണ് ഉഷ ഈ വേദന സഹിച്ച് കഴിഞ്ഞത്. അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഈ വിഷയം അറിഞ്ഞ് സ്കാൻ റിപ്പോർട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ തിങ്കളാഴ്ച വരൂ, നമുക്കിത് പരിഹരിക്കാം, നിങ്ങളിത് മറ്റാരോടും പറയരുത് എന്ന ഗുരുതരമായൊരു പരാമർശം കൂടി അവരുടെ വന്ന് വരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഈ വിഷയം പുറത്തു പറയുന്നു. 24 ഈ വാർത്ത പുറത്തു വിട്ടത്. അതിനുശേഷം KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇടപെട്ടാണ് ഉഷയെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് തന്നെ ശസ്ത്രക്രിയയുടെ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അത് വരുത്തിയ ആളുകൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ഉഷയുടെ കുടുംബം പറയുന്നത്. ഉഷയുടെ ഭർത്താവാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ 5 വർഷമായി പ്രകടമായ വേദന ഉഷയ്ക്കുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ ആശുപത്രിയെ സമീപിച്ചിരുന്നു, പുറത്തെ ആശുപത്രിയിലേക്ക് സമീപിച്ചിരുന്നു. അപ്പോഴും ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കില്ല. ഏറ്റവും ഒടുവിൽ ഒരു MRI സ്കാൻ എടുത്തപ്പോഴാണ് ഈ കത്രിക അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. അതിനുശേഷം ഈ സ്കാൻ റിപ്പോർട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ല. പിന്നീട് വരൂ എന്നൊരു മറുപടി മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതിനുശേഷമാണ് ഇത് വാർത്തയായതും പിന്നീട് ആളുകളുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിലൊരു അടിയന്തര നടപടി വേണമെന്ന ആവശ്യം കൂടി ഉഷയുടെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് രാവിലോടുകൂടി ഉഷയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഉഷ ഇവിടെ അമൃത ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലാണ് ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മകനും അകത്തുണ്ട്. മകനാണ് ബൈസ്റ്റാൻഡർ ആയിട്ടുള്ളത്. CT സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇനി സർജറിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത നടപടി. അത് ഇന്ന് തന്നെ രാവിലെയോടുകൂടി തന്നെ അതിൻ്റെ തീരുമാനം ഉണ്ടാകും. വിദഗ്ധ സമിതി രൂപീകരിച്ചായിരിക്കും ഉഷയുടെ ശസ്ത്രക്രിയ അടക്കം നടത്തുക. ഒരുപാട് ഉദാഹരണങ്ങളായി മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വശത്ത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള നേട്ടങ്ങൾ പറയുമ്പോൾ മറുവശത്ത് ഇത്തരം നെഗ്ലിജൻസുകൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഹർഷീന, അതിനുശേഷം പാലക്കാട് കൈ മുറിച്ച് കളഞ്ഞ കുഞ്ഞ്, അതിനുശേഷം നമ്മൾ തന്നെ പുറത്തുവിട്ട തിരുവനന്തപുരത്തെ ഈ വയറ് കുടുങ്ങിയ ശസ്ത്രക്രിയയുടെ
വയറ് കുടുങ്ങിയ സംഭവം, അങ്ങനെ ഒരുപാട് മെഡിക്കൽ നെഗ്ലിജൻസുകളുടെ കേസുകൾ വരുന്നു. അതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടുള്ള, അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഉദാഹരണം കൂടിയാണ് ഉഷയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഉഷയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ നാടൊന്നാകെ ഉള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും അവർക്കുണ്ട്. ഒപ്പം ഇതിന് വരുത്തിവെച്ച, അതായത് ഈ ഗതികേടിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ദിൽന, ശരി, ഇക്കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ചികിത്സാ പിഴവിൽ ഇപ്പോൾ ഉയരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത 24 പുറത്തുവിട്ടതിന് ശേഷം വലിയ രീതിയിൽ ആളുകളുടെ, രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ശസ്ത്രക്രിയയിലേക്ക് അമൃതാശുപത്രിയിൽ അവർ എത്തിക്കുന്നതിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിച്ചത്. 2021 മെയ് മാസത്തിലായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. 5 വർഷം വേദന തിന്ന് എന്താണ് വേദനയ്ക്ക് കാരണമെന്ന് പോലും അറിയാതെ അവർ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ രീതിയിൽ കത്രിക കുടുങ്ങിയ വിവരം അറിയുന്നത്. ശസ്ത്രക്രിയ ഉടൻ തന്നെ അമൃത ആശുപത്രിയിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇന്ന് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഒരു വിധി പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു അനുകൂല വിധി ഉണ്ടായാൽ തന്നെയും പത്മകുമാറിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാണ്. കാരണം ദ്വാരപാലക ശില്പ കേസിൽ അദ്ദേഹം ഇപ്പോഴും റിമാൻഡിലാണ്. അതേസമയം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിലടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും? തെക്കൻ കേരളം എന്ന വാർത്തകളാൽ സമ്പുഷ്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നും ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള എ പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യാപേക്ഷ, അതായത് റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞു ഒരു കേസിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പ കേസിൽ പക്ഷേ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. കട്ടളപ്പാളി കേസിലായിരിക്കും ഈ ജാമ്യം ലഭിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബറിനാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കേസിൽ ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്കാണ്. CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായി. കാരണം ഈ മാസം അവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പാർട്ടിയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്ക് ശേഷവും ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 3 ടേം വ്യവസ്ഥ എന്നുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുണ്ടാകുമോ എന്നുള്ളത് ഇന്നത്തെ യോഗങ്ങളിൽ തീരുമാനമായി എടുക്കും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ നെടുമങ്ങാട് നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. വിദഗ്ധ സമിതി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ ബിന്ദു സുന്ദറിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ കൈമാറും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, മറ്റൊരു കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഇന്നു മുതലാണ് കോൺഗ്രസിന്റെ ഭവന സന്ദർശനം ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഭവന സന്ദർശനം. നേതാക്കളടക്കം ഓരോ വീടുകളിൽ കയറി ഇറങ്ങുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ വീടുകളിൽ കയറി ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട്, സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്താൻ തന്നെയാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, മന്ത്രിസഭാ യോഗം ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ അംഗങ്ങൾ ആര് എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഇന്ന് എടുക്കും. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതിനു മുന്നേ സുപ്രധാനമായിട്ടുള്ള ചില പദ്ധതികൾ ഉൾപ്പെടെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ, സാധാരണഗതിയിൽ ഈ ബുധനാഴ്ചയൊക്കെയാണ് മന്ത്രിസഭാ യോഗം ചേർന്നതെങ്കിലും അങ്ങനെ നോക്കാതെ പെട്ടെന്ന് ചില മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്ന് ചില പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം വാർത്തകളാൽ സമ്പുഷ്ടമാണ് തെക്കൻ കേരളം. ദിൽന. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ആർ അച്യുതൻ തയ്യാറാണ്. അച്യുതൻ, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ, അത് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഒപ്പം S ജയശ്രീ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതടക്കം ഇമ്പാക്ട് ഉച്ചകോടി 5-ാം ദിവസത്തിൽ തുടരുകയാണല്ലോ. ദേശീയ തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എന്തൊക്കെയാണ്?
ദിൽന, ഇന്ന് സുപ്രധാനമായിട്ടുള്ള ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ അതായത് അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നീട്ടി നൽകുകയുണ്ടായി. അത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലായിരുന്നു ജയശ്രീക്ക് അത്തരമൊരു ഇടക്കാല ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചതൊപ്പം തന്നെ ഈ മാസം 18-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം ചില നിർണായക നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചില്ലേ, അത്തരം വാർത്തകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് കോടതി വാക്കാൽ പരാമർശവും നടത്തി. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു ഇടക്കാല ആശ്വാസത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു ആശ്വാസം ജയശ്രീക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. മറ്റൊന്ന്, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് വരികയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയാണ് ആ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. കണ്ണൂർ ജയിലിൽ കഴിയുന്ന ജ്യോതി ബാബുവിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. സുപ്രീം കോടതി മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരം ഈ ജ്യോതി ബാബുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യം എന്നാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതുവരെ ഡയാലിസിസ് നടത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്തായാലും അതും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. മറ്റൊന്ന്, രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത AI ഇമ്പാക്ട് ഉച്ചകോടി അത് 5ാം ദിവസത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇന്ന് എക്സ്പോ വേദി വീണ്ടും തുറക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടി ഈ പൊതുജനങ്ങൾക്ക് എക്സ്പോ വേദി സന്ദർശിക്കുവാനുള്ള ദിവസം കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത പ്രസ്താവന ഇന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമേ തന്നെ ചില വിമർശനങ്ങൾ കൂടി ഈ AI ഉച്ചകോടിയുടെ ഭാഗമായി ഉണ്ടായി. അതിൽ തുടക്കത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സംഭവങ്ങൾ, അപ്പോൾ അതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതിൻ്റെ സംഘാടനം മോശമാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗാൽക്കോടിയ സർവകലാശാലയുടെ റോബോഡോഗ് അതിപ്പോഴും ആ വിവാദം ചൂടുപിടിച്ച് തന്നെ നിൽക്കുന്നു. എന്തായാലും അതിനിടയിലായിരുന്നു ഉച്ചകോടി ഡൽഹിയിൽ നടക്കുന്നത്. മറ്റൊന്ന്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ 5 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുമായി ഇന്നൊരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അത് ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ പ്രതിഷേധങ്ങൾ, ഭാവി പ്രതിഷേധ പ്രകടന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ടാണ് ഇന്ന് യോഗം ഡൽഹിയിൽ നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പഞ്ചാബിൽ ഇതിനോടകം തന്നെ ഒരു മെഗാ റാലി ഈ ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടിപടിയായി ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് യോഗം നടക്കുന്നത്. അങ്ങനെ സുപ്രധാനമായ നിരവധി വിഷയങ്ങളാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് സംഭവിക്കാനിരിക്കുന്നത്. ദിൽന. ശരി അച്യുതൻ, ആ രീതിയിൽ ദേശീയ തലത്തിലും വലിയ വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണിന്ന്. നമ്മൾ ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ ദിൽഷ തിലകൻ തയ്യാറാണ്. ദിൽഷ, ഡോക്ടർ സമരം ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്? ദിൽന, പ്രധാനമായിട്ടും ഡോക്ടർമാരുടെ സമരം തന്നെയാണ് വടക്കൻ കേരളത്തെ അത് സാരമായിട്ട് തന്നെ രോഗികളെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇന്ന് 5ാം ദിവസത്തിലേക്ക് ഡോക്ടർമാരുടെ സമരം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്, ആദ്യഘട്ടം ഈ സമരത്തെക്കുറിച്ചൊന്നും അറിയാതെ രോഗികൾ വന്നതാണ്. വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സാധാരണക്കാരായ രോഗികളുടെ ഏക അത്താണിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുമ്പോൾ ഈ വാർത്തകളെക്കുറിച്ചൊന്നും അറിയാത്ത, ഈ സമരത്തെക്കുറിച്ചൊന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യർ ആദ്യഘട്ടത്തിൽ നിരവധി രോഗികൾ ഇത്തരത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആശുപത്രികളിലേക്ക് എത്തുകയും ചികിത്സ ലഭ്യമാകാതെ മടങ്ങിപ്പോകുന്ന ഒരു സങ്കടകരമായ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. എന്നാൽ ഇന്നലെ മുതൽ തന്നെ ഈ ശസ്ത്രക്രിയകളടക്കം നിർത്തിവെച്ചത് കാരണം രോഗികൾ വരുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഈ 5 ദിവസമായി അതുകൊണ്ട് തന്നെ വാർത്തകളിലൂടെ മറ്റും വിവരം അറിഞ്ഞ് ഇപ്പോൾ രോഗികൾ എത്തുന്നില്ല. എന്നാൽ പോലും ചികിത്സ ലഭ്യമാകാതിരിക്കുന്നത് സാധാരണക്കാരായ നിർധനരായ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വലിയ ചിലവ് വഹിച്ച് അത് സ്വകാര്യ ആശുപത്രികളെയൊക്കെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്നാൽ ഡോക്ടർമാരുടെ സമരം അവർക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത്
അത് ഡോക്ടർമാർ അത്തരത്തിലൊരു ആശങ്ക ഡോക്ടർമാരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നടക്കം സാധാരണ ഈ സമയങ്ങളിലടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് OPയിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. എന്നാൽ ഇപ്പോൾ രോഗികളുടെ തിരക്കില്ല. ഡോക്ടർമാർ ഈ സമരം ശക്തമാക്കുക തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാനുള്ളത് വടക്കൻ കേരളത്തെ സംബന്ധിച്ച് മൊത്തം മതവിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം റമദാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ജുമാ നമസ്കാരത്തിനായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഒത്തുകൂടുന്ന ദിവസമാണ്. അതായത് ഈ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ജുമാ നമസ്കാരവും അതിനായിട്ടുള്ള ഒത്തുകൂടലും എല്ലാമാണ് ഈ ദിനത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിശ്വാസികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടോട് കൂടി തന്നെ വിശ്വാസികൾ അതിനായിട്ട് ഈ ഖുർആൻ പാരായണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം ഈ ഒരു ആദ്യ ജുമാ നമസ്കാരത്തിനായിട്ട് ഒത്തുചേരുന്നതായിരിക്കും. ദിൽഷ തിലകനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർക്കായുള്ള സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കൽപ്പറ്റ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. 178 ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി നടത്തും. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ അതിജീവനത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും പട്ടയ വിതരണവും അടുത്ത ബുധനാഴ്ച. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 178 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിക്കുക. മഴക്കാലത്തിനു മുമ്പ് പട്ടികയിൽ ബാക്കിയുള്ളവർക്കും വീടുകൾ നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. 25-ന് വൈകിട്ട് 4 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഉദ്ഘാടന പരിപാടി. സർക്കാർ പട്ടികയിൽ ഉൾപ്പെട്ട വീട് ആവശ്യമില്ലെന്ന് എഴുതി നൽകിയ 87 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 51 പേർക്കുള്ള മുസ്ലിം ലീഗ് തൃക്കൈപ്പറ്റിയിൽ പണികഴിപ്പിച്ച വീടുകളുടെ കൈമാറ്റം 28-ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറും. ഇതോടൊപ്പം കുന്നംപറ്റയിൽ കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കാനായി ഏറ്റെടുത്ത സ്ഥലത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 26-ന് തറക്കല്ലിടും. 24 വയനാട്. കേരള സർവകലാശാലയിൽ നിർണായക സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന് നിരന്തരം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട ശേഷം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നത്തേത്. സർവകലാശാല യൂണിയനെ അസാധുവാക്കാനുള്ള വൈസ് ചാൻസലറുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് ഇന്ന് യൂണിയൻ കലോത്സവത്തിനുള്ള ഫണ്ട് അനുവദിച്ചേക്കും. മുൻ രജിസ്ട്രാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി നേരിട്ട് ഹാജരാകാൻ ഡോക്ടർ മോഹനൻ കുന്നുമലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കാലങ്ങളായി സിൻഡിക്കേറ്റ് VC പോരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ ഭവന സന്ദർശന പരിപാടിക്ക് ഇന്നു തുടക്കമാകും. ഈ മാസം 28 വരെയാണ് നേതാക്കൾ ഉൾപ്പെടെ വീടുകളിലെത്തി വോട്ടർമാരെ നേരിൽ കാണുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന KPCCയുടെ നിർദ്ദേശവും ക്യാമ്പയിനിന്റെ പിന്നിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, മറ്റ് സർക്കാർ വിരുദ്ധ ഇടപെടലുകൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഭവന സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. മുതിർന്ന നേതാക്കൾ അവരുടെ പ്രദേശങ്ങളിലായിരിക്കും ഭവന സന്ദർശനത്തിൽ പങ്കെടുക്കുക. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊട്ടാരക്കര മണ്ഡലത്തിൽ സജീവമാവുകയാണ് ഐഷ പോറ്റി. CPIM വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റി തന്നെയാകും മണ്ഡലത്തിൽ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയെന്നാണ് വ്യക്തമാകുന്നത്. LDF സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ തന്നെ വരുമ്പോൾ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസ്. ഒരു വിസ്മയമായി UDFിലേക്ക് എത്തിയ ഐഷ പോറ്റിയാണ് 24 ന്യൂസിനൊപ്പം ചേരുന്നത്. കൊട്ടാരക്കരയിൽ നമുക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാമോ? അത് പാർട്ടി തീരുമാനിച്ച് അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിയെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകർ തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? എനിക്ക് താഴെയുള്ള പ്രവർത്തകരോട് ഒരു വിഷമവും ഇല്ലല്ലോ. ഒരു ഭാഗം ആൾക്കാർ തീരുമാനിച്ച് അങ്ങനെ പോകുന്നു. എന്തായാലും സ്നേഹമുള്ളവർ കൂടെ കാണും, ഉറപ്പാണ്. വികസന കാര്യങ്ങളിൽ കൊട്ടാരക്കര മണ്ഡലം മുൻപന്തിയിലാണ് എന്നുള്ളതാണ് മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ കൊണ്ടുവന്ന വികസനം അല്ലാതെ എന്താണുള്ളതെന്നൊന്ന് പറഞ്ഞേ. വർക്ക് നിയർ ഹോം എന്നൊരു കെട്ടിടം ഉണ്ടായിരുന്നിടത്ത് വന്നു, അത് ഞാൻ കൊണ്ടുവന്നതല്ല. നഴ്സിംഗ് കോളേജ് ഞാൻ കൊണ്ടുവന്നല്ല. 5 കൊല്ലം കൊണ്ട് പുതിയത് എന്ത് വന്നു എന്ന് അറിയണം. ഞാൻ വെച്ചിരുന്ന
വിദ്യാഭ്യാസ സമുച്ചയം. അതുപോലെ ചെട്ടിയാരഴികത്ത് പാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗം കൂടി ഉള്ളായിരുന്നു തീരാൻ. പാലങ്ങൾ, അറക്കടവ് പാലങ്ങൾ, മറ്റുള്ള റോഡുകൾ, അതുപോലെ നിരവധി കാര്യങ്ങൾ. റൂറൽ SP ഓഫീസൊക്കെ ആദ്യ സമയം MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന അതിൻ്റെ കെട്ടിടം പണിയെല്ലാം തീർന്ന് മിനുക്ക് പണി മാത്രം. അപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ ഒരു ചെറിയ ഡിലേ വന്നു. അത് ഉദ്ഘാടനം ചെയ്തിട്ട് അതിൽ പോലും എൻ്റെ ആ കല്ലിൽ പോലും ഒരു പേര് വയ്ക്കാൻ തോന്നിയില്ല. തീർച്ചയായിട്ടും ഒരു സർക്കാർ മാറി വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയായാലും നിയമന നിരോധനങ്ങളായാലും പിൻവാതിൽ നിയമനമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയല്ലേ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പണം മുടക്കി, കോടികൾ മുടക്കി പരസ്യം കൊടുക്കുന്നതല്ലാതെ റിയൽ ഫാക്റ്റായിട്ട് എന്താ വരുന്നത്? നമ്മൾ നോക്കുമ്പോൾ പ്രവർത്തകരൊക്കെ ഉണ്ട് കൂടെ. പ്രചാരണം തുടങ്ങിയെന്ന് പറയാമോ? പ്രചാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്ഥലത്തും പോകുന്നത് ഇപ്പോഴല്ലല്ലോ. MLA ആയിരിക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ നാളെ ജനപ്രതിനിധിയായി. ഞാൻ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഇലക്ഷൻ എന്ന് മാത്രമല്ല എല്ലാ സമയത്തും എല്ലാവരോടും ഒപ്പം നടന്നിട്ടുള്ളതാണ് ഈ നാടിനറിയാതെ. അതിന് രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കൊടി നോക്കിയിട്ടില്ല. എല്ലാവരോടും ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും പണ്ടും പോകുമായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. എന്തായാലും കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റിയെ എവിടെയും കാണാം, സജീവമാണ്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിച്ച് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റ് ഏറ്റെടുക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവം. തിരുവല്ല സീറ്റ് വെച്ചുമാറാനുള്ള ആലോചനയും മുന്നണിക്കുള്ളിലുണ്ട്. തിരുവല്ലയിൽ കോൺഗ്രസ് മത്സരിച്ചാൽ റാന്നി സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന DCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ 5 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കും ഭാരവാഹികൾക്കും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായം ആണെന്നാണ് സൂചന. ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥികൾ ആരും വരേണ്ടെന്നും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായി. അബിൻ വർക്കി അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം ജില്ലയിൽ സജീവമായി ഉയരുന്നതിനിടെയാണ് പുറത്തുനിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകേണ്ട എന്ന കാര്യം എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. KCB മസ്തൂർ തസ്തികയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. യോഗ്യത മറികടന്ന് നിയമിച്ച പെറ്റി കോൺട്രാക്ടർമാരെ ഒഴിവാക്കി അർഹരായവരെ പരിഗണിക്കണമെന്നായിരുന്നു 2017 വിധി. കോടതി ഇലക്ഷൻ നടപടികളുമായി മുന്നോട്ടു പോയതോടെ റാങ്ക് പട്ടികയിൽ നിന്ന് 872 പേർക്ക് നിയമനം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. വൈദ്യുതി വകുപ്പിൽ സ്ഥിരപ്പെട്ടവരാണ് 20 വർഷത്തിലേറെയായി നിയമപോരാട്ടവുമായി സർക്കാരിന്റെ മുൻപിൽ നിൽക്കുന്നത്. യോഗ്യതാ വ്യവസ്ഥ മറികടന്ന് നിയമിച്ച പെറ്റി കോൺട്രാക്ടർമാരെ ഒഴിവാക്കി 2017 യോഗ്യത നേടിയ 872 പേരെ സ്ഥിരപ്പെടുത്താനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. 2013 സെപ്റ്റംബറിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ 15,000 പേരാണുണ്ടായിരുന്നത്. 2016-17 കാലയളവിൽ മസ്ദൂർ തസ്തികയിൽ KSEB നടത്തിയ നിയമനത്തിൽ 624 പേർ SSLC ജയിച്ചവരും 200-ലധികം പേർ ജില്ല മാറി നിയമനം നേടിയവരുമായിരുന്നു. എന്നാൽ PSC വിജ്ഞാപന പ്രകാരം SSLC ജയിച്ചവരും 4ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ളവരും തസ്തികയ്ക്ക് യോഗ്യരല്ല. ഇത് പരിഗണിക്കാതെ നടത്തിയ KSEB നീക്കത്തിനെതിരെയായിരുന്നു നിയമ പോരാട്ടം. ഞങ്ങളെപ്പോലെ തന്നെ ഏകദേശം ഒരു 450 പേരെങ്കിലും ഈ ലിസ്റ്റിൽ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഈ കയറിയവരിൽ തന്നെ 1 കൊല്ലം 6 മാസമായിരിക്കണം അവരൊക്കെ കയറിയത്. അവർ ആ സമയത്ത് തന്നെ ലിസ്റ്റ് പ്രായം കഴിഞ്ഞവർ പുറത്തു പോയെങ്കിൽ തന്നെ അവർക്ക് ബോർഡ് മുൻകാല പ്രാബല്യത്തോടുകൂടി 3 പേർക്ക് 3 ലക്ഷം രൂപ വീതം വെച്ച് ഇപ്പോൾ കൊടുത്തിട്ടുമുണ്ട്. ഇത് നിലവിൽ ഇപ്പം നടന്നേക്കുന്നത്. അപ്പം ഇതിനകത്ത് തന്നെയല്ല അഴിമതി എന്ന ഭയങ്കര വലിയ അഴിമതി നടന്നത്. നിയമം ലംഘിച്ച് വർഷങ്ങളായി തുടരുന്ന അനീതി തിരുത്തിക്കൊണ്ട് ജനുവരി 29-ന് ഹൈക്കോടതി പുതിയ വിധി പ്രസ്താവിച്ചു. 624 പേരെ ഉടൻ ജോലിയിൽ നിന്ന് നീക്കം ചെയ്ത് 10ാം ക്ലാസ് തോറ്റവരെ അടിയന്തരമായി നിയമിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജോലിയിൽ പ്രവേശിക്കാൻ അർഹതയുണ്ടായിട്ടും പുറത്തായിപ്പോയ 60 കഴിഞ്ഞവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. 24 കൊച്ചി. കൊച്ചി മെട്രോയിൽ സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷന്റെ ആദ്യ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. വൈറ്റ്ല മെട്രോ സ്റ്റേഷന്റെ 1ാം നിലയിലാണ് ഔട്ട്ലെറ്റ്. രാവിലെ 11 മണിക്ക് KMRL MD ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്യും. ഹൈ സ്പിരിറ്റ് എബെവ്കോ ബ്യൂട്ടിക് എന്ന പേരിൽ ആണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുക. കൊച്ചിയിലെത്തുന്ന വിദേശികളെയും വില കൂടിയ മദ്യം ആവശ്യമുള്ളവരെയും ലക്ഷ്യമിട്ടാണ് ഔട്ട്ലെറ്റ്. 4634 ചതുരശ്ര അടിയിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിനും തൃശൂരിനും ശേഷം കേരളത്തിലെ 3ാമത്തെ ഹൈ പ്രീമിയം ബെവ്കോ ഔട്ട്ലെറ്റാണ് തുറക്കുന്നത്.
മലബാർ ആശുപത്രി സ്ഥാപകയായിരുന്ന ഡോക്ടർ PA ലളിതയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ദാനം കോഴിക്കോട് IMA ഹാളിൽ നടന്നു. ഡോക്ടർ സുരേഷ് കുമാർ, ബിനോയ് ഹരിഹരൻ, ഡോക്ടർ അമീർ അലി എന്നിവർ, കോഴിക്കോട് മേയർ O സദാശിവൻ, ഗോപിനാഥ് മുതുകാട് എന്നിവരിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മലബാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി MD ഡോക്ടർ മിലി മണി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഡയറക്ടർ മാൻസി ഉപഹാരങ്ങൾ നൽകി. അവാർഡ് സമിതി അംഗങ്ങളായ A സജീവൻ, കമാൽ വരദൂർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഗോപിനാഥ് മുതുകാട് മോഡറേറ്ററായി പ്രത്യേക സംവാദവും നടന്നു. ആണവ കരാറിൽ ധാരണയിലെത്താൻ ഇറാന് 10 മുതൽ 15 ദിവസം വരെ സമയപരിധി നിശ്ചയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടണിൽ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിലാണ് ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ യുദ്ധം ആരംഭിക്കില്ലെന്നും അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്ന പക്ഷം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കുമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ലക്ഷ്യം വയ്ക്കുമെന്നും കത്തിലുണ്ട്. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക സന്നാഹം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ശനിയാഴ്ച ഇറാനെ ട്രംപ് ആക്രമിച്ചേക്കുമെന്ന് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അമൃതയിൽ ചികിത്സയിലുള്ള ഉഷയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നമ്മളിപ്പോൾ 2 ദിവസമായുള്ളൂ. എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല അല്ലേ? ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല. എങ്ങനെയായിരുന്നു എക്സ്റേയിലേക്ക് എത്തിയത്? എങ്ങനെയാണ്, എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ബേസിക്കലി പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. സർക്കാർ ആശുപത്രിയിലായിരുന്നോ? ഇല്ല, നമ്മൾ പുറത്തുനിന്ന് പ്രൈവറ്റിലാണ് ചെയ്തത്. വേദന ഉണ്ടാകുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ എന്തായിരുന്നു മറുപടി? അല്ല, കാരണം വേദന ഇത് എക്സ്റേ ഒന്നും എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നോർമലി കൺസൾട്ട് ചെയ്ത് മരുന്നും തന്ന് പറഞ്ഞാൽ പോവായിരുന്നു. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തല്ലോ. എന്ത് റീസണിന് വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ട് ഈ വേദന എന്നുള്ള കാര്യത്തിലൊരു ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. ഇനി ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓർക്കാൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. ഇത് മാറി ഇങ്ങനെ ആയതാണ്. സംഭവം കണ്ടു കഴിഞ്ഞ ശേഷം കത്രി കൊണ്ട് ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ആദ്യം സർജറി ചെയ്ത ആശുപത്രി ആരെയും ബന്ധപ്പെട്ടു? അവരെന്താ പറഞ്ഞത്? ഇല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് ആക്കി തരാം എന്ന രീതിയിലായിരുന്നു അവർ. ആസ് പെർ കോമ്പൻസേഷൻ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവർ ആ ചികിത്സ എടുത്ത് ഈ പ്രോപ്പർ എടുത്ത് മാറ്റിത്തരാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. കോമ്പൻസേഷനോ അങ്ങനെ ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്നും നമ്മളതിങ്ങനെ നമുക്ക് സാധനം മാറിയാൽ മതി. മെയിൻ കൺസൾട്ട് ചെയ്തിട്ട് കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. പിന്നെ നമ്മളെന്നാ പിന്നെ ന്യൂസ് ആക്കിയത് വരാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ആഴ്ച വന്നിട്ട് സർജറി ചെയ്ത് നമുക്ക് പെട്ടെന്ന് മാറ്റാം. തിങ്കളാഴ്ച അഡ്മിറ്റ് ആകാനാണ് അവർ പറഞ്ഞത്. കേസ് കൊടുക്കാൻ പറയാൻ നിങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇപ്പം പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കൊടുത്തിട്ടുണ്ടോ ഇതിനോ? അമ്പലപ്പുഴയിൽ ഇന്ന് കൊടുക്കും. ഇവിടുന്ന് ഇവർ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ പോലീസിലും ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുക്കും. അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ആരും ബന്ധപ്പെട്ടിരുന്നോ? ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിൻ്റെ അവരുടെ ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും എല്ലാം. സോ അവരുടെ എമൗണ്ടിൽ അവർ കൺസൾട്ട് ചെയ്തോളാന്നാണ് അവർ പറയുന്നത്. ഇത്രയും കാലം അമ്മയ്ക്ക് കടുത്ത വേദനയായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തു, അതിനുള്ള മരുന്നുകൾ ഇപ്പോൾ ആശ്വാസം ഉണ്ടോ? ഇപ്പോൾ ആള് റെസ്റ്റ് എടുക്കുവാണ്, ഉറക്കമാണ്, കുഴപ്പമില്ല. ഇന്നത്തേക്ക് ചിലപ്പം മേ ബി കാണാൻ ചാൻസ് ഉണ്ട് സർജറി. ഈ സർക്കാർ സംവിധാനത്തിലാണല്ലോ നമ്മൾ പോകുന്നതും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഇത് കണക്കിന് എല്ലാവർക്കും ഇഷ്യൂ ആക്കുവാണെന്നല്ലേ ആയിരിക്കും. വണ്ടാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പത്രത്തിലൊക്കെ. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇതിൽ. അതെ, അതിൻ്റെ ഒരു വലിയൊരു ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ ഇതിനകത്ത് ഒരാൾ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യാനുള്ളൊരു പേടി. ഇനി അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയതും എല്ലാം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വയറ്റിൽ കത്രി കുടുങ്ങിയ ഉഷ ജോസഫിന്റെ മകൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്.